ഓഫീസിലാവുന്നറിയോ? ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയും. മനസ്സിലായോ? അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൈഫ് ബോയ്. ഇതാണ് ലൈഫ് ബോയ്. മനസ്സിലായോ അല്ലേ? ഓക്കെ ആണോ അല്ലേ? ഇനി അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങള് ഇത് നമുക്ക് തീ കെട്ടുന്ന പീസാണ്. ഇത് കൗളാണ് ഇതിനുള്ളിൽ. ട്യൂബാണെങ്കിൽ നമുക്ക് പൊന്തിച്ചൂടെ? പൊന്തിക്കാൻ കഴിയില്ല, നല്ല വെയിറ്റാ. ഒന്നുണ്ടോ? നിങ്ങളൊന്ന് പൊന്തിച്ചു ഒരാള്. ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ ട്യൂബാണോ? അല്ല, ട്യൂബല്ല. അല്പം ചെറുതുണ്ട്, വലുതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഇടുമ്പോൾ നമ്മളിതിന്റെ ഉള്ളിൽ, അതായത് ഒന്ന് നിങ്ങളെ കയ്യിൽ ബാഗ് ഉണ്ടാവും. നിങ്ങൾ വടി വെച്ച് ഒന്ന് ഇട്ട് കൊടുത്താലും പിടിച്ചു കൊടുത്താലും പല മെത്തേഡ് ഉണ്ട്. പക്ഷെ എല്ലാ മെത്തേഡും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് ചിലപ്പോൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ തന്നെ വെള്ളത്തിൽ വീഴും. അപ്പൊ നിങ്ങൾ അതൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ബാഗ് ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരാളെ ബാഗ് എടുക്കുക, അതിന്റെ ബുക്ക്, പെൻസിൽ, ബാക്കിയൊക്കെ നിലത്തിട്ടിട്ട് അല്ലെങ്കിൽ നിലത്തോ സൈഡിൽ എവിടെയും മാറ്റി പെട്ടെന്ന് ചെയ്യണം. എന്നിട്ട് വാട്ടർ ബോട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ? ഈ വാട്ടർ ബോട്ടിലിൽ എല്ലാവരുടെ കയ്യിലുള്ള ഒരു 5 6 ഒരു 10 കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. 5-6 വാട്ടർ ബോട്ടിൽ പെട്ടെന്ന് ആ ബാഗിലിടുക. അതിന്റെ വെള്ളം കളയണം. വാട്ടർ ബോട്ടിലെ വെള്ളം കളയുക, വാട്ടർ ബോട്ടിലിന്റെ അടപ്പടയ്ക്കുക, നേരെ ബാഗിലിടുക, ബാഗിന്റെ സ്റ്റിപ്പണ്ട് അടയ്ക്കുക, നേരെ ഇയാൾക്ക് ഇട്ട് കൊടുക്കുക. ആരാ വെള്ളത്തിൽ പോയത് വെച്ചാൽ അയാൾക്ക് എറിഞ്ഞു കൊടുക്കുക. എന്താ ഇത്രയും വാട്ടർ ബോട്ടിലായ എന്താ സംഭവം? നമ്മളിപ്പോ ലൈഫ് ബോയ് കാണിച്ചെന്നില്ലേ, ഇവിടെ ഒരു ലൈഫ് ബോയ് കാണിച്ചെന്നില്ലേ, അതുപോലെ പൊന്തിക്കിടക്കും. മനസ്സിലായോ? അതുപോലെ ഈ 1 ലിറ്ററിന്റെ ഒരു 7 8 നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു 5-6 വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പൊന്തിക്കിടക്കാം. താന്നു പോകില്ല, അവ പിടിച്ചാൽ താന്നു പോകില്ല. അതുപോലെ ആൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബാഗിൽ വാട്ടർ ബോട്ടിലാക്കുക. വാട്ടർ ബോട്ടിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് നേരെ ആക്കിയിട്ട് കൊടുക്കുക.